ഹലോ സേ ഹലോ. ഹലോ, ഇത് ആര്യൻ ദേവിയാണ്. നമ്മൾ അന്ന് ചെറിയൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോരല്ലോ, നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് പ്രീജ, എൻ്റെ പ്ലേസ് കൊല്ലമാണ്. ഫസ്റ്റ് വീഡിയോ അല്ല കേട്ടോ, ഫസ്റ്റ് വീഡിയോ അല്ല പിന്നെ. അപ്പോൾ നമ്മള് മാരേജ് ഇനി 2 മിനിറ്റ്സ് മക്കൾ സംസാരിക്കാതിരിക്കണേ. അപ്പോ ട്രിവാൻഡ്രത്തോട്ട് മാരേജ് കഴിഞ്ഞ് വന്നതാണ്. നമ്മളുടെ ഒരു ജോയിന്റ് ഫാമിലിയാണ് ഇവിടെ. നോക്കിയല്ലോ. അപ്പൊ വീട്ടില് അച്ഛനും അമ്മയും അപ്പൂപ്പനും എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനാണ്, അപ്പം മുത്തശ്ശനാണ്. പിന്നെ ആര്യൻ ദേവിയും ഹസ്ബൻഡും, ഞങ്ങൾ ഇത്രയാണ് ഉള്ളത് കേട്ടോ. ഇത് ആര്യൻകുട്ടയിലേക്ക് ഓഫ് ആക്കിയിട്ട് പോയതാട്ടോ, സോറിയേ. അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ, പിന്നെ മുത്തശ്ശൻ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അച്ഛൻ ആണ് മുത്തശ്ശൻ. നമ്മൾ അപ്പൂപ്പനാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ അമ്മ എവിടെ പോയെന്നല്ലേ? എൻ്റെ അമ്മ ഇല്ല, 2 years ആയി പോയിട്ട്. അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല, ദൈവത്തിൻ്റെ അടുത്താണ് അമ്മ ഉള്ളത് കേട്ടോ. അപ്പോൾ അച്ഛൻ എങ്ങ് പോയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്നു. ഞാൻ ഹൗസ് വൈഫാണ്. എനിക്കൊരു ചേച്ചിയാണുള്ളത്, ചേച്ചി എറണാകുളത്താണ്. ഹസ്ബൻഡിന് 2 ബ്രദേഴ്സും ഉണ്ട്, എല്ലാവരും സെറ്റിൽഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. ഓക്കെ, അപ്പോൾ ഇന്ന് പിന്നെ ഈ വീഡിയോസൊക്കെ ആദ്യമായിട്ട് എടുത്ത് തുടങ്ങുന്നുണ്ട്, അതിൻ്റേതായ കുറേ എഡിറ്റിംഗ് ഇഷ്യൂസൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് സത്യം. പതുക്കെ പതുക്കെ പഠിച്ചു വരുമ്പോൾ ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് നമുക്ക് ഒരു മോർണിംഗ് റൊട്ടീൻ കണ്ടിട്ട് വരാമേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആര്യൻകുട്ടൻ ബബായി പറഞ്ഞേ, ആര്യൻകുട്ടൻ ബബായി പറഞ്ഞേ. കാണുന്നില്ല, എൻ്റെ ആര്യൻകുട്ടി കാണുന്നില്ല. വന്നേ ആര്യൻകുട്ടൻ വന്നേ, ബബായി പറ. പൊട്ടിച്ചൂടാ, ബൈ ബൈ പറഞ്ഞേ. സീ യു. ഹായ് ഹലോ. മഴ നന്നായിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായക്ക് പാലില്ല, കടയിൽ പോയി പാല് വാങ്ങിച്ചിട്ട് വരാം. മഴ പെയ്യുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നൂലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മാവ് കുഴയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാവിൽ ഉപ്പൊക്കെ ഇട്ട് മാവ് കുഴയ്ക്കാൻ നോക്കുന്നുണ്ട്. അമ്മ അപ്പുറത്ത് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചൊഴിക്കുകയാണ്. വെള്ളം തിളപ്പിച്ച് മാവ് കുഴച്ചെടുക്കണം. ആര്യമോൻ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. എഴുന്നേൽക്കുന്ന ടൈം ആയിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ആര്യമോൻ വരുന്നതിന് മുമ്പ് കുറച്ച് ജോലിയൊക്കെ തീർക്കണം, അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നൂലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാവിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി മാവ് ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നാലേ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കറിയായിട്ട് ആക്കുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി സവാള കട്ട് ചെയ്യണം. സവാള കട്ട് ചെയ്യാൻ പോവുകയാണ്. സവാള കട്ട് ചെയ്തിട്ട് നമ്മൾ നോർമലി എപ്പോഴും വഴട്ടിയാണ് വെക്കുന്നത്. പക്ഷേ ഇന്ന് ടൈം പോയത് കൊണ്ട് ഇന്ന് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിലാണ് ഇന്ന് അത്. അമ്മ എനിക്ക് ടൊമാറ്റോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കണം, അതിന് ഇടികല്ലിൽ ചതച്ചെടുക്കാൻ ഇടികല്ലൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് കുക്കർ വെച്ചിട്ട് കടുക് താളിച്ചിട്ട്
സവാള ഇട്ട് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ലേശം വെള്ളവും ഒഴിക്കും. വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ സവാള വേവിച്ചെടുക്കുന്നത്. സവാള ആയി വരാനായിട്ടൊരു 2 വിസിൽ മതിയാകും. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അവിടെ ഇരുന്ന് 2 വിസിൽ കേൾക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് മാവ് സെറ്റ് ചെയ്തെടുക്കാം. മാവ് നമുക്ക് പിഴിഞ്ഞ് നൂലപ്പത്തിന് റെഡിയാക്കാമേ. ഗുഡ് മോർണിംഗ് ആര്യൻ ബേബി. എന്തോ ശരിയെന്തോ ഇവിടെ എന്തോ അല്ല ഇനി ഷുളിയില്ല. ഷുളിയിൽ പോണ്ട. ഹാപ്പി ആയോ കുഞ്ഞ്? ആര്യമോ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വന്നാൽ ഉടനെ ഡെയിലി ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്, അമ്മ ഇനി സ്കൂളിൽ പോകണോ, അമ്മ ഇനി സ്കൂളിൽ പോകണോ? ഇത് ചോദിച്ചിട്ടാണ് കുഞ്ഞ് വരുന്നത്. കാര്യം കുഞ്ഞിന് ഒട്ടും ഇഷ്ടമല്ല സ്കൂളിൽ പോകുന്ന കാര്യം. കുഞ്ഞിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പീസ ഉണ്ടാക്കുന്നതോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂല കേട്ടോ. അപ്പോഴും നമ്മളുടെ മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നല്ലോ, അതായിട്ടുണ്ട്. അതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് മസാലയൊക്കെ ഉള്ളിക്കറിക്ക് വേണ്ടി റെഡിയാക്കാം. ഒരു സവാള കട്ട് ചെയ്തിട്ട് ഒരു 2-3 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറവെന്ന് തോന്നുവാണെങ്കിൽ ലേശം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഉണ്ടായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് നമ്മൾ കുക്കറിൽ വിസിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി പിന്നീട് കുറച്ച് തേങ്ങ നമുക്ക് അരച്ച് പാലെടുത്ത് പാലും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അല്ലെങ്കിൽ കറി ഒരുമാതിരി പിരിന്നു പോയ പോലെ ഇരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഉള്ളിക്കറി സെറ്റ്. അപ്പോൾ ഇന്ന് നൂലപ്പവും മുട്ടക്കറിയായിരുന്നു ഡിഷ്. ഈ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആര്യൻകുട്ടന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആര്യൻകുട്ടന് ബ്രഷ് ചെയ്യണം, ഫുഡ് കൊടുക്കണം, എല്ലാം ചെയ്യട്ടെ.
ബ്രഷ് ചെയ്തിട്ടാണോ വന്നേ പൂച്ചേ? പിന്നെണ്ടാ ഹെൽപ്പ് ചെയ്യാലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.